ഹലോ ഗുഡ് മോർണിംഗ്. എല്ലായിടത്തും ഇപ്പോൾ നല്ല മഴയല്ലേ. നമുക്കിപ്പോൾ മഴ മാറിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ പെയ്താൽ മഴയുള്ളൂ, പിന്നെ മഴ മാറി ഒന്ന് ഇടയ്ക്ക് ചാറ്റിലൊക്കെ ഉള്ളൂ. പിന്നെ എല്ലായിടത്തും ഇങ്ങനെ ഇത്രയും ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നതിൻ്റെ കോടയൊക്കെ ഇറങ്ങുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കണ്ടിട്ട്, വെള്ളമൊക്കെ കയറിയിട്ട്. പിന്നെ ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇവിടെ വെള്ളം കയറുമോ, ഇങ്ങനെ മഴ പെയ്താൽ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊക്കെ. നമ്മുടെ ഈ മലയോര മേഖല ആയതുകൊണ്ട് അങ്ങനെ വെള്ളക്കെട്ടുകൾ ഉണ്ടാവില്ല കേട്ടോ. വെള്ളം ഒഴുകി പോവുക ചെയ്യുക. എവിടെ അങ്ങനെ വെള്ളം അങ്ങനെ കെട്ടി നിൽക്കാനുള്ള സാഹചര്യം ഇല്ല ഇവിടെ. വെള്ളം ഒഴുകിപ്പോവും. പക്ഷെ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഈ മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ മരം വീഴുക അങ്ങനത്തെയൊക്കെ ബുദ്ധിമുട്ടുകളാട്ടോ ഇവിടെ കൂടുതലായിട്ട് ഉണ്ടാവാറ്. പിന്നെ നമ്മളിപ്പം നല്ല രീതിയിൽ കോട ഇറങ്ങിപ്പോൾ രാവിലെ നേരം വെളുത്തിട്ട് ഒരു ഫുള്ളിങ്ങനെ മൂടി നിൽക്കുകയാണ്. ഇപ്പോൾ എവിടെയെങ്കിലൊക്കെ മഴ പെയ്യുന്നതിൻ്റെതായിട്ടാട്ടോ ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നല്ല രീതിയിൽ കോട ഇറങ്ങി വരാറുണ്ട് കുഞ്ഞാ. അപ്പം നമ്മൾ എന്നിട്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. പിന്നെ ഇന്ന് അച്ഛയും അമ്മ ഇവിടെ ഇല്ല, അവർ ഹോസ്പിറ്റലാണ്. അച്ഛയുടെ മൂക്കിൽ ഒരു കമ്പ് തട്ടിയിട്ട് മുറിഞ്ഞു. അച്ഛൻ ഹാർട്ട് പേഷ്യൻ്റ് ആട്ടോ. ആൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്ത അച്ഛയ്ക്ക്. അപ്പോൾ ഈ ബ്ലഡ് ക്ലോട്ട് ആവില്ല, മരുന്ന് കഴിക്കേണ്ട. അപ്പോൾ ബ്ലഡ് ക്ലോട്ട് ആവില്ല. അപ്പോൾ ആ മൂക്കിൽ മുറിഞ്ഞിട്ട് ബ്ലഡ് നിൽക്കാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആട്ടോ. അച്ഛൻ്റെ ആ ബ്ലഡ് അതൊക്കെ നിന്നു, ബ്ലഡ് നിന്ന്. പക്ഷേ ചെറിയ മുറിവുണ്ട്. അപ്പോൾ അതൊന്ന് ഉണങ്ങിയിട്ട് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് അച്ഛയും അമ്മയും അവിടെ ഹോസ്പിറ്റലാണ്. അപ്പോൾ നമ്മളിന്ന് രാവിലെ കഴിക്കാനായിട്ട് കുറച്ച് ചേമ്പ് പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേമ്പ് പുഴുങ്ങാമെന്ന് വെച്ചു. കുഞ്ഞിനും ചേമ്പ് നല്ല ഇഷ്ടമാണ്. ചേമ്പ് പുഴുങ്ങി കൊടുക്കുകയാണെങ്കിൽ ചേമ്പും കാന്താരി ചമ്മന്തി ഉണ്ടാക്കുന്നത്. ചേമ്പൊക്കെ എടുത്ത് വെച്ചപ്പോൾ നമുക്ക് പോയി പുഴുങ്ങിയിട്ട് രാവിലെ അത് കഴിക്കാം. കുഴപ്പമില്ലാത്ത ചേമ്പാട്ടോ. വലിയ ചേമ്പുണ്ടെങ്കിൽ അത് മാത്രം നമുക്ക് ഒന്ന് മുറിച്ചിടാം. ഇതിപ്പോൾ ചെത്തി തിന്നാൻ പറ്റില്ല. ഇപ്പോഴല്ല, നമ്മളിത് പുഴുങ്ങിയിട്ടാണ് ചെത്തി തിന്നാം. ഓക്കെ, ഇത് കപ്പയല്ലടാ ചെത്തി തിന്നാനേ. കപ്പ നമുക്ക് അങ്ങനെ പച്ചക്ക് തിന്നാൻ പറ്റുള്ളൂ. ഈ ചേമ്പ് കാച്ചിൽ സാധനങ്ങളൊന്നും പച്ചക്ക് തിന്നാൻ പറ്റില്ല. ഓക്കെ, പുഴുങ്ങിയിട്ട് തരാം. വേണ്ടേ? പുഴുങ്ങിയിട്ട് വേണ്ട എന്നാ വേണ്ടെങ്കിൽ വേണ്ട, അമ്മ കഴിച്ചോളാം. വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് പുഴുങ്ങാനായിട്ട് വെക്കാവേ. നന്നായിട്ട് തീ കത്തിയിട്ടുണ്ട് കേട്ടോ. തീ കത്തിച്ചപ്പം നന്നായിട്ട് കത്തി. ഇനി ഉപ്പിടട്ടെ അതിലോട്ട്. ഇനി ഇതിരുന്ന് വേവട്ടെ, നന്നായിട്ട് വേവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് കാന്താരി ചമ്മന്തി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. കാന്താരി പറിക്കട്ടെ പോയിട്ട് ആദ്യം. നമ്മൾ മാങ്ങ പെറുക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അവിടെ നിറയെ മാങ്ങയുണ്ട്, നല്ല പഴുത്ത കോമാങ്ങ എന്നാട്ടോ പറയുക ഇതിന്. എല്ലാ നാട്ടിലും കോട്ടമാങ്ങ, കോമാങ്ങ എന്നൊക്കെ പറയും. അമ്മ പൊളിച്ചു തരാം കേട്ടോ. മഴ കയറിയതിൻ്റെ മണ്ണായിട്ടുണ്ട്. പൊളിച്ചു തരാം. വീട്ടിൽ പോയിട്ട് കഴുകിയിട്ട് പൊളിച്ചു തരാം. നമ്മുടെ കയ്യിൽ മണ്ണുണ്ട്, അതുകൊണ്ടാണ്. നല്ല മാങ്ങയാണ് കേട്ടോ. നല്ല കളറൊക്കെ നന്നായിട്ട് പഴുത്തിട്ടുമുണ്ട്. നല്ല പഴുത്ത മാങ്ങ കുറേ വീണ് കിടക്കുന്നുണ്ടേ. ജ്യൂസ് അടിക്കാൻ അടിപൊളിയായിട്ടുള്ള മാങ്ങയാണത്. ഇത്ര മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിറയെ മാങ്ങ പഴുത്ത് വീഴുന്നുണ്ട്. ഇപ്പോൾ ഇതിവിടെയൊക്കെ കുറേ പഴുത്ത് നിൽക്കുന്നുണ്ടേ. ഇത് നമ്മളിപ്പം നമുക്ക് 2-3 എടുത്തിട്ട് ബാക്കി പല്ലിറക്കി കൊടുത്തു വിടട്ട് ചെയ്യുന്നത്. അവിടെ ഇപ്പോൾ മാങ്ങ ആയിട്ടില്ല, അവിടെ ചക്ക മാങ്ങയൊന്നും ആയിട്ടില്ല. അങ്ങോട്ട് കൊടുത്തു വിടാം. കുഞ്ഞിന് ഈ മാങ്ങ ചെത്തി കൊടുക്കുന്ന ഇപ്പോൾ ഇഷ്ടമല്ല കേട്ടോ. ഇങ്ങനെ പൊളിച്ചിട്ട് അങ്ങനെ കൊടുക്കണം. വേഗം കൊടുക്കുന്നതായിട്ട് അവിടെ പോയി ഇരുന്ന് കരയുക. ഇത് ഒരുപാട് പഴുക്കാത്ത മാങ്ങയായിട്ട് എടുത്തത്, അതുകൊണ്ട് കളറ് കുറവ്. ചാണ്ട ഞാൻ അച്ഛക്കൊരു കടി കൊടുക്ക്. ലൈറ്റ് കുറച്ചോ. ഫോൺ എടുത്തിട്ട് വേണം.
ചേമ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അവ കഴിക്കാനായിട്ട് എടുത്ത് നല്ല വിശക്കാനും തുടങ്ങി. കാന്താരി ചമ്മന്തിയും മീൻ വറുത്തതും ഉണ്ടേ. എങ്ങനെയുണ്ട് നോക്കട്ടെ, ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. ഉപ്പൊക്കെ പിടിച്ചോ എന്നൊക്കെ നോക്കട്ടെ. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. വെണ്ണ പോലെ ആയിട്ടുണ്ട്. ഒരു പരിപാടി നല്ല ടേസ്റ്റുള്ളൊരു ഭാഗമാട്ടെ ചേമ്പിൻ്റെ ഈ ഒരു മൂൾ ഭാഗം. കുറച്ച് കാന്താരിയും കൂടെ വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കാന്താരിയും കൂടെ വെച്ച് കഴിക്കുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്. കഴിക്കട്ടെ കേട്ടോ. ഇനി നല്ല വിശപ്പായിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ഞിനൊരു കഷ്ണം ഉള്ളിൽ കൊണ്ടുവച്ചു. ആൾക്ക് ചമ്മന്തിയൊന്നും ഇല്ലാതെ കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഞാൻ കഴിച്ചോളൂ. അപ്പം നമ്മൾ രാവിലെ ഇന്ന് മീൻ വാങ്ങി കേട്ടോ. നല്ല പാമ്പാട വന്നിട്ടുണ്ടായിരുന്നു. പാമ്പാട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ. നല്ല മീൻ കറി വെക്കാൻ അത്ര സുഖം ഉണ്ടാവില്ല, പാമ്പാട വറക്കാനാണ് നല്ലത്. പക്ഷെ വാങ്ങി 150 രൂപ കേട്ടോ, 800 ഗ്രാമിന്. അപ്പോൾ അതാട്ടോ വാങ്ങിയത്. 1 കിലോ ഫുള്ള് വാങ്ങിയില്ല. അപ്പം എന്താ അമ്മച്ചയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് വാങ്ങിയിട്ടില്ല. പിന്നെ നമുക്ക് കുറച്ച് കറിയും വെക്കാം, കുറച്ച് വറക്കുകയും ചെയ്യാം. പിന്നെ ഉണ്ടായിരുന്നത് എന്താ അയിലച്ചമ്പാൻ, അത് പിന്നെ കുഞ്ഞിന് പറ്റത്തില്ല. പിന്നെ ചെമ്പല്ലി ഉണ്ടായിരുന്നു, അതൊക്കെ പിന്നെ ഒരു ഇത്തിരി പഴയതുപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലാത്ത തോന്നിയോണ്ട് പാമ്പാടയാണ് വാങ്ങിയത്. നമുക്കൊന്ന് വെട്ടി ഇനി കറി വെക്കാം. അപ്പോൾ നമുക്ക് മീനൊക്കെ ഇതാ വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി മീൻ കറി വെക്കാം കേട്ടോ. മീൻ കറിയും മീൻ വറക്കുകയും ചെയ്യാം. പിന്നെ കുറച്ച് നാരങ്ങ എരിപ്പുണ്ടായിരുന്നു, അതൊന്നും അരിഞ്ഞു കൊടുക്കണേ. നമ്മൾ ആദ്യം പച്ചമുളക് ഒന്ന് എണ്ണയിലൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. നടുവൊന്ന് വരഞ്ഞ പച്ചമുളകാണ്. പിന്നെ ഇഞ്ചിയും കറിവേപ്പിലയും നമുക്ക് ഇതിലോട്ട് വെളുത്തുള്ളിയും കൂടി ഒന്ന് വഴറ്റാവേ. അപ്പം നന്നായിട്ട് ആയിട്ടുണ്ടേ. ഒന്നാമത് ഇരുമ്പ് ചട്ടിയും കൂടെ അതിൻ്റെ ചൂടും കൂടി ഉണ്ട്. അപ്പോൾ പൊടിയും കൂടി ഇട്ടൊന്ന് വേഗം ചൂടാക്കി എടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി ആയിട്ട് ഇടുന്നത്. പൊടി ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇറക്കി വെച്ചു. നമുക്കിനി ഇത് മൺചട്ടിയിലോട്ട് മാറ്റാം. ഇപ്പം നമ്മൾ മീൻ ചട്ടിയിലോട്ട് നമ്മൾ ചൂടാക്കിയെടുത്ത അരപ്പ് ആദ്യം ചേർക്കുക. അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഒഴിച്ചു മീൻ കറിയിൽ. അപ്പോൾ നമ്മൾ 2 പുളിയും കൂടി ഇട്ടു കേട്ടോ. അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് ഇളക്കി അടച്ച് വെക്കട്ടെ. ഇതാ മീൻ കറി ആയിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിക്കുവാണ്. എണ്ണ ഒഴിച്ചിട്ട് ഇനി ഇറക്കുക കേട്ടോ. മീൻ കറി അത്യാവശ്യം ഇതാ മീൻ ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ടേ, റെഡി ആയിട്ടുണ്ട്. ഇറക്കുക. ഉപ്പും കൂടെ ഒന്ന് നോക്കട്ടെ, എന്നിട്ട് വേണം ഇറക്കാൻ. അപ്പം ഇനി മീൻ വറുക്കാനായിട്ട് പോവുകയാണേ. അതിലോട്ട് മുളക് പൊടി പൊടികളൊക്കെ ഒന്ന് ചേർക്കട്ടെ. ചേർത്തിട്ട് മീനും കൂടെ ഇപ്പോൾ അടുപ്പിൽ തീ ഉണ്ടല്ലോ, അപ്പോൾ വേഗം നമുക്ക് മീനും കൂടെ ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഇച്ചിരി ഉപ്പും കൂടി ഇടട്ടെ. നമ്മൾ അച്ചാറിടാനായിട്ട് കുറച്ച് നാരങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിയതായിരുന്നേ. നമുക്ക് ആ നാരങ്ങ അച്ചാറിട്ട് വെക്കാം. എന്തോ നാരങ്ങച്ചാർ കഴിക്കാനൊക്കെ ആയിട്ട് തോന്നിയിട്ടോ, അതുകൊണ്ട് നാരങ്ങ കണ്ടപ്പോൾ വാങ്ങിയത്. കുഴപ്പമില്ലാത്ത നാരങ്ങയായിരുന്നു. അപ്പോൾ അതങ്ങനെ വാങ്ങി ഒന്ന് ആവി കയറ്റി ആ പുറത്ത് ചോനയൊക്കെ പോകുന്ന പോലെ നന്നായിട്ട് തുടച്ചെടുത്തിട്ട് അപ്പം നമ്മളൊന്ന് 4 കഷ്ണമായിട്ടൊന്ന് മുറിച്ചെടുക്കുവാണേ. 2 ദിവസമായി വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് കേട്ടോ. അച്ചാറിടാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്ന് അച്ചാറിടാമെന്ന് വെച്ചു. നാരങ്ങ അച്ചാർ. ഇവിടെ ഇരുമ്പുളി അച്ചാറിട്ടതുണ്ട് കേട്ടോ ഇനിയും.
അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച നാരങ്ങയിൽ നന്നായിട്ട് ഉപ്പിടുക കേട്ടോ. ഉപ്പ് നന്നായിട്ട് വേണം നാരങ്ങ അച്ചാറിന്. അത് നന്നായിട്ട് അത് ഉപ്പിട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കിയും കൂടെ വെക്കട്ടെ. നമുക്ക് നാരങ്ങ അച്ചാർ ഇടാം കേട്ടോ. ഇതിലോട്ട് നമ്മൾ നല്ലെണ്ണ ആട്ടോ ഒഴിക്കുന്നത്. കുറച്ചധികം നല്ലെണ്ണ എടുക്കുന്നുണ്ട്. ഇതിലോട്ട് കായം ആട്ടോ ഇടുന്നത്. നമ്മളിവിടെ കായപ്പൊടി ഉപയോഗിക്കാറേ ഇല്ല. കായം വേണ്ടപ്പോൾ വറുത്ത് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ കായം ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കട്ടെ. ഇനി കടുക് വറുത്തു. നമ്മളിതിൽ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് പോവാണ് ഇനി. അത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ടേ. അപ്പം നമ്മളിതിലോട്ട് മുളക് പൊടി ഇടണം. നന്നായിട്ട് വഴണ്ടിരുന്നുണ്ടെങ്കിൽ അച്ചാറിനൊരു പരുവുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വെളുത്തുള്ളി വഴണ്ടതാവുന്നതിന് മുന്നേ ഒരു ചെറുതായിട്ട് ഒരു കളറ് മാറുന്ന സമയത്താട്ടോ ഇടുക. നമ്മൾ ആദ്യം മുളക് പൊടി ഇടട്ടെ, മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലോട്ട് നമ്മൾ പൊടിച്ച കായപ്പൊടിയും കൂടി ഇടുക കേട്ടോ. ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്ന പൊടിയായിട്ടോ, അതും കൂടി ഇടുന്നുണ്ട് ഇതിലോട്ട്. പൊടി ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് നാരങ്ങ ഇടാം കേട്ടോ. നമ്മളിതിലോട്ടൊരു കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അധികമൊന്നുമില്ല, ഒരു 2 സ്പൂണോളം മാത്രം ഒഴിക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് നിലക്കട്ടെ. മതി. അച്ചാർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി ഇറക്കി വെക്കട്ടെ. ഇത് 2-3 ദിവസം കഴിയുമ്പോഴാട്ടോ ശരിക്കും പിടിക്കത്തുള്ളൂ. നന്നായിട്ട് കുറച്ച് വെള്ളമൊക്കെ ആയി വരത്തുള്ളൂ. അന്നേരം അച്ചാർ ഇറക്കട്ടെ. അച്ചാർ ഒരു കഷ്ണം എടുത്തു കേട്ടോ. അച്ചാർ ആയിട്ടില്ല, എന്നാലും കഴിക്കാനൊരാഗ്രഹം, അതുകൊണ്ട് അച്ചാറിൻ്റെ ഒരു കഷ്ണം എടുത്തു. മീൻ വറുത്തതിൻ്റെ ഒരു കഷ്ണം എടുത്തു. കുറച്ച് ചമ്മന്തി എടുക്കുന്നുണ്ട്. ഇത് ഇന്നലെ അരച്ച് വെച്ചാൽ കേട്ടോ. ചമ്മന്തി കുറച്ചെടുത്തു. മീൻകറിയും കുറച്ചെടുത്തേ. കുറച്ച് തൈരും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. മീനും തൈരും കഴിക്കരുതെന്നൊക്കെ പറയും, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ മീനും തൈരും കഴിക്കണത്. നല്ല പുളിയില്ലാത്ത തൈരുണ്ടായിരുന്നു, കുറച്ചെടുത്തു. ഉപ്പ് കൂടി ഇട്ടു. അപ്പോൾ കഴിക്കട്ടെ കേട്ടോ. തൈരും മീനും ചമ്മന്തി എല്ലാം കൂടെ കൂട്ടി കഴിക്കട്ടെ. നന്നായിട്ട് കോട ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ പുറകിലിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. എൻ്റെ ഫുള്ളൊരു വെള്ള മൂടി നിൽക്കുമായിരിക്കും. കോട ഇറങ്ങിയേക്കുന്നതാണ്. ഒരു മഴക്കാറ് വന്നതിൻ്റെ കേട്ടോ അത്രയും കോട ഇറങ്ങിയേക്കുന്നത്. ഇനി ഒരു മഴച്ചാറ്റിൽ വരുമ്പോഴത്തേക്ക് ഒന്ന് മഴ ചാറിപ്പോയി കോട അങ്ങ് മാറും കേട്ടോ. നമ്മുടെ ഇവിടുന്ന് കുറച്ചങ്ങ് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റാണ്. ആ വഴിയിൽ നിന്ന് അങ്ങനെ ഇറങ്ങി വരുന്ന കോട കേട്ടോ കൂടുതലും. ഇത് നിറയെ കോട ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ കോട ഒഴുകി വരുന്നത് നമുക്ക് ശരിക്കും മനസ്സിലാവും കേട്ടോ. ആദ്യമായിട്ടൊക്കെ വരുമ്പോൾ ഇങ്ങനെ ശരിക്കും കാറ്റിനിങ്ങനെ ഒഴുകി വരും കേട്ടോ. ചിലപ്പോൾ മിക്കവാറും ഇപ്പോൾ ഒരു ചാറ്റിൽ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കോട എങ്ങനെയും മാറിയും പോവും. പുറകിലും കണ്ണ് കാണാത്ത പോലെ കോടയായി. നമ്മുടെ ഇവിടത്തെക്കാട്ടിലും അട്ടപ്പാടിയിലെ എല്ലായിടത്തും ഒരേ കാലാവസ്ഥയാണ്, എപ്പോഴും ഇങ്ങനെ കോട ഉണ്ടാവുമോ എന്നൊക്കെ ഒരുപാട് പേരിങ്ങനെ ഒരു വീഡിയോ ഇട്ട സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അട്ടപ്പാടിയിൽ എല്ലായിടത്തും ഒരേ കാലാവസ്ഥയല്ല കേട്ടോ. പല സ്ഥലത്തും പല കാലാവസ്ഥയിലാണ്. നമ്മുടെ ഇപ്പോൾ ആനകെട്ടി, കോയമ്പത്തൂർ സൈഡ്, ഗൂളിക്കടവ്, അഗളി, മെയിൻ സ്ഥലങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാലാവസ്ഥയേ അല്ല. നമ്മുടെ അട്ടപ്പാടിക്ക് ചുരം കഴിഞ്ഞ് വരുന്ന മുക്കാലി, താവളം ആ ഒരു ഭാഗത്തൊക്കെ ഏകദേശം ഇതേപോലെ കോടയൊക്കെ ഇറങ്ങുന്ന പോലത്തെ ഒരു കാലാവസ്ഥ കേട്ടോ. പക്ഷെ മുക്കാലിയിലും നമ്മുടെ ഇവിടെ ഇറങ്ങുന്നതിൻ്റെ അത്ര കോട ഇറങ്ങാറില്ല. കാറ, ജല്ലിപ്പാറ, ഒമ്മല, അങ്ങനെ ഓടപ്പെട്ടി അങ്ങോട്ട് കുറച്ച് സ്ഥലങ്ങൾ നല്ല കോട ഇറങ്ങുന്നത്. അതുപോലെ തന്നെ ചിറ്റൂർ അപ്പുറത്തോട്ട് പോകുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതിൻ്റെ ഇടയിലുള്ള സ്ഥലങ്ങളൊന്നും യാതൊരു ബന്ധങ്ങളും ഇല്ല, തമ്മിലൊരു ബന്ധമില്ലാത്ത സ്ഥലം. ചിലപ്പോൾ ഇവിടെ ഈ ഒരു കാലാവസ്ഥയായിരിക്കും, ചിലപ്പോൾ അവിടെ പോയപ്പോൾ നല്ല വെയിലുമായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കട്ടെ. ഈ ഒരു മഴക്കാർ വരുന്ന സമയത്ത് മാത്രമായിട്ട് ഇതുപോലെ കോട ഇറങ്ങും. എപ്പോഴും ഈ ഒരു കാലാവസ്ഥയൊന്നും ആയിരിക്കില്ല, അതിങ്ങനെ മാറിയും മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കട്ടെ. ചിലപ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ ഇവിടെ വെയിലായിരിക്കും, പറയാൻ പറ്റില്ല. കഴിക്കട്ടെ. നമ്മൾ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. കശുവണ്ടി ഇതാ പെറുക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് കാലാവസ്ഥ കേട്ടോ മാറിയത്. നല്ല വെയിലായില്ല. അപ്പോഴത്തെ കാലാവസ്ഥ ഇപ്പോഴത്തെ കാലാവസ്ഥയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒന്ന് മഴ ചാറിപ്പോയിട്ട് അത്രേ ഉള്ളൂ. ഇട്ട തുണി നനഞ്ഞിട്ടുണ്ടാവും, അലക്കിയിട്ടത്, വേറെ ഒന്നുമില്ല. നമ്മുടെ വീടിൻ്റെ മുറ്റത്തെ ഒരു കിളി വന്നിരിക്കുന്നു. ഇപ്പോൾ കരയണ കേൾക്കണില്ല, അതിൻ്റെ കൂടെയുള്ള കിളിയാട്ടോ. എന്തോ പറ്റിയിട്ടുണ്ട്, അത് അവിടെ മിണ്ടാതിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെയുള്ള കിളിയാണ് ഈ മോളിൽ ഇരുന്ന് കരയണത്. ഒരു കിളിയല്ലേ, ഇന്നലെ വേറൊരു കിളി എന്തോ പറക്കാൻ പറ്റാത്ത വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിരിപ്പുണ്ട്. അതിന് മാങ്ങാപ്പഴമൊക്കെ രാവിലെ വെച്ച് കൊടുത്താൽ മാങ്ങ കഴിച്ചിട്ടൊന്നുമില്ല, അത് അവിടെ ഇരിപ്പുണ്ട്. ഒരു പച്ച കളർ വേറൊരു കിളി. ഇതപ്പോൾ അതല്ലാതെ അടുത്ത കിളി ഇതേ ഇവിടെ ഒന്ന് മുറ്റത്തിരിക്കണു. എന്താ നോക്കാം. എന്തോ ഇതിന് പറ്റിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കാലിന് എന്തോ പറ്റിയേക്കുന്നതാണ്. അതിൻ്റെ കൂടെയുള്ള കിളി ഇങ്ങനെ ഇരുന്ന് കരയുന്നുണ്ട്.
പക്ഷെ എന്താണെന്നുള്ളത് നോക്കാനായി ചാടി ചാടി പോവാം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പൂച്ചയുടെ വായിലും പോയി പെടും. കയ്യിൽ കടി കിട്ടുമോയെന്നുള്ള അറിയില്ല കേട്ടോ. എന്തോ കടിച്ചതാണേ. അതിൻ്റെ ചിറകിൻ്റെ അവിടെയും ഇവിടെയായിട്ടും മുറിഞ്ഞിട്ടുണ്ട്, ചോര വരുന്നുണ്ട്. ബാക്ക് സൈഡിലും അതാണ് അതിന് പറക്കാൻ പറ്റാത്തത്. പൂച്ചയോ പരുന്തെന്തോ പിടിക്കാൻ ശ്രമിച്ചാണേ. നമുക്ക് എന്തെങ്കിലും ഒരു മരുന്ന് തൂത്തിട്ട് വിടാം കേട്ടോ ഇതിനെ. കുഞ്ഞിൻ്റെ മുറിവിൻ്റെ ഓയിൽമെൻ്റ് ആട്ടോ തേച്ച് കൊടുക്കണേ. ഇതിപ്പോൾ പറത്തി വിട്ട് രക്ഷപ്പെടുമോ, പുഴുവൊന്നും ആവാതിരുന്നാൽ മതിയായിരുന്നു. ഇങ്ങോട്ട് കൂടൊന്നുമില്ല കിളീനെ ഇതാക്കാനായിട്ട്. ഇതിൻ്റെ അവിടെ വലിയ മുറിവാട്ടോ. അയ്യോ ഭയങ്കര മുറിവ്. അത് എന്ത് പറ്റിയതാണോ എന്തോ പിടിക്കാൻ നോക്കിയത്. പക്ഷെ അത് ചെറിയ മുറിവല്ലോട്ടോ, ഭയങ്കര വലിയ മുറിവാണ്. രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓയിൽമെൻറ്റ് തൂത്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇതൊരു പച്ചക്കിളിയാണ് കേട്ടോ. ഇവനും എന്തോ പരിക്ക് പറ്റിയതാണ്. നല്ല കൊത്താനുള്ള ശ്രമം. ഇന്നലെ തീരെ വയ്യായിരുന്നേ, പക്ഷേ ഞങ്ങൾ പിടിച്ചില്ല, മരുന്നൊന്നും തേച്ചിട്ടില്ല. പക്ഷെ ഇന്ന് കുറച്ച് ആൾ ആക്റ്റീവായി വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നും ഇവനെയും കൂടെ പിടിച്ചിട്ട് എന്താ മരുന്ന് എന്താ പറ്റിയെന്ന് നോക്കിയിട്ട് മരുന്നും കൂടെ തേച്ചിട്ട് ഇവനെ ഞാൻ കൂട്ടിൻ്റെ അകത്ത് വിടാം. പക്ഷെ ഇവനെ പിടിച്ചിങ്ങനെ നോക്കണം, ഇച്ചിരി പാടാം. മറ്റേ തീരെ വയ്യായിരുന്നു ഇന്നലെ ആയിരുന്നേ പറ്റിയാണ്. ഇന്നിപ്പോൾ ആൾ ചിലപ്പോൾ കടിക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടുപേരെ ഒരു പെട്ടിക്കകത്താക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ നോക്കിയിട്ട് 2 ദിവസം അവിടെ ഇരിക്കട്ടെ, എന്നിട്ട് പറക്കാറാകുമ്പോൾ തുറന്നു വിടാം രണ്ടുപേര്. നമ്മൾ കശുവണ്ടി പെറുക്കാനായിട്ട് സിന്ധു ചേച്ചിയുടെ പറമ്പിലോട്ടായിട്ട് വന്നത്. ഒരുപാട് കശുവണ്ടി ഇവിടെ ഇങ്ങനെ വീണ് കിടപ്പുണ്ടേ. ഇപ്പോൾ കശുവണ്ടിക്ക് വില പറഞ്ഞപ്പോൾ സിന്ധു ചേച്ചി ഇത് പെറുക്കലില്ല, നമ്മളോട് പെറുക്കി എടുത്തോളാൻ പറഞ്ഞായിരുന്നു. നമുക്കിത് പെറുക്കിയിട്ടേ നമുക്ക് ചൂടാട്ടോ, കശുവണ്ടി ചൂടാവേ. ചുട്ടിട്ട് നമുക്ക് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കഴിക്കാം. കുറേ കശുവണ്ടി കിടപ്പുണ്ട് കേട്ടോ. ഒരു മഴക്കാറൊക്കെ കയറുന്നുണ്ട്. നമുക്ക് വേഗം ഇവിടുത്തെ കശുവണ്ടി പെറുക്കിയെടുക്കാം. ഈ പരിസരം ഫുള്ള് കിടക്കുക കേട്ടോ. ഇവിടെയൊക്കെ നിറയെ കശുവണ്ടി കിടപ്പുണ്ട് കേട്ടോ. ഇവിടെ ഒരു സ്ഥലത്ത് ഇരുന്ന് തന്നെ പെറുക്കിയാൽ നമുക്ക് ആവശ്യമുള്ള കിട്ടും. അത്രയും കശുവണ്ടി കിടക്കുന്നുണ്ട്. നിറയെ കശുവണ്ടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ചിലത്തിൽ പ്രാവശ്യം കുറവാണ്, പക്ഷേ ഇവിടെയൊക്കെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു മരത്തിൽ വലിയ മരവും കൂടെയാണേ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്രയും പെറുക്കിയെടുത്തിട്ട് നമ്മൾ പോകാട്ടത്. മൊത്തം പെറുക്കാനൊന്നും വയ്യ. അതും നിറയെ കൊതുകും ഉണ്ട് കേട്ടോ ഇവിടെ. കൊതുകും ഈച്ചയും. കശുവണ്ടി കഴിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെയാണ്. ഇതിന് മഴയും കൂടെ പെയ്തതിൻ്റെ ഒരു കൂടെ ഉണ്ട്. കുറേ കശുവണ്ടി പന്നിയൊക്കെ വന്നിട്ട് അതിൻ്റെ പഴം മാത്രം വന്നിട്ട് കശുവണ്ടി മാത്രമായിട്ട് ഇവിടെ കിടപ്പുണ്ട്. നമ്മളിത് ആ കശുവണ്ടി പെറുക്കി എടുത്തു കേട്ടോ. മലയിൽ കൂടെ കയറി ഇറങ്ങി പറിച്ച് ഇത് പെറുക്കിയൊക്കെ മടുത്തു. ഇപ്പോൾ ഇത്രയും കശുവണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. വീട്ടിലിനി ഇത്രത്തോളം കൂടെ കശുവണ്ടി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ചുട്ടെടുക്കാം. എടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടും കേട്ടോ. ഇനിയും ഉണ്ട്, ഒരുപാട് കശുവണ്ടി ഉണ്ട്. പക്ഷേ വയ്യ മടുത്തു. ഞങ്ങൾ പോവുക ഇനി. ഒരു മഴച്ചാറ്റിലും അതുപോലെ ഒരു കൊതുകൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി നിർത്തിയിട്ട് പോവുക. നമ്മൾ പെറുക്കിക്കൊണ്ടുവന്ന കശുവണ്ടി നമ്മളിതൊന്ന് വറുത്തെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ പെറുക്കിയിട്ടൊന്ന് കശുവണ്ടി രണ്ടായിട്ട് വറുത്തെടുക്കാനായിട്ട് പോവുകയാണേ. ഒരു പഴയ പൊട്ടിയ മൺചട്ടിയാട്ടോ എടുത്തിരിക്കുന്നതിന്. നല്ല പുകയായിരിക്കും വറക്കുന്ന സമയത്ത്. നമുക്കത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഈ കശുവണ്ടി ചീറ്റാൻ തുടങ്ങുമ്പോഴത്തേക്ക് നല്ല പുകയായിരിക്കും കേട്ടോ. കശുവണ്ടി ഇളക്കുന്നൊന്നും കാണാൻ പറ്റാത്ത പോലെ പുകയായിരിക്കും. മൺചട്ടിയും കൂടെ ഒന്നാമത് പുകയും അങ്ങനെ ഒരു ചീറ്റുമ്പോഴത്തേക്ക് ഭയങ്കര പുക വരും കേട്ടോ. അത് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം.
കശുവണ്ടി ഇതാ ഒരുവിധം ആയി വരുന്നുണ്ട്, ചിലതായിട്ടുണ്ട്, ചിലതായി വരുന്നു. ഇതിൻ്റെ കശുവണ്ടിയുടെ കറയായിട്ട് വെള്ളം പോലെ കണ്ടോ, മേത്തായി കഴിഞ്ഞാൽ പൊള്ളും അത്. ഇത് എടുക്കാനായിട്ട് പോവുകയാണ് ഇനി. കശുവണ്ടി നമുക്ക് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അത് കറ ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഈ ഗ്ലൗസ് ഇട്ടു കേട്ടോ, ചിലപ്പോൾ കൈ ഫുൾ ആവാനുള്ളൊരു സാധ്യതയുണ്ട്. നമ്മൾ ഇതേപോലെ വറുത്തെടുക്കുകയാണെങ്കിൽ ഒരുപാട് കരിഞ്ഞു പോവാതെ ചില സൈഡ് മൂത്തിട്ട് മൂക്കാതെ ചുട്ടെടുക്കും വരില്ലേ, അങ്ങനെ അല്ലാതെ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതൊക്കെ ഞാൻ വലിച്ച് പൊട്ടിച്ചാണ് ഇപ്പോൾ, പക്ഷെ അല്ലാതെ നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ വറുത്ത് നമ്മൾ കശുവണ്ടി വാങ്ങില്ലേ അതേപോലെ നമുക്ക് കിട്ടുമേ. പൊട്ടിച്ചെടുക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിച്ച് പൊട്ടിച്ചാൽ മതി. നമ്മൾ കശുവണ്ടി വറുത്തെടുത്ത് ഇത്രയും കശുവണ്ടി കേട്ടോ നമുക്ക് കിട്ടിയത്. ഒരുപാടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, കുഞ്ഞു കശുവണ്ടി ആയിരുന്നു കേട്ടോ. പിന്നെ ആ സമയം കഴിഞ്ഞു പോയി, കുറച്ചും കൂടെ നേരത്തെ നല്ലതായിരുന്നു. നമ്മുടെ മുകളിൽ കുറച്ച് കശുവണ്ടി അതാണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ നല്ലതായിരുന്നു. സിന്ധു ചേച്ചിയുടെ അവിടെ കുറേ മഴ നനഞ്ഞ് നടന്നിട്ട് മുളയ്ക്കാൻ തുടങ്ങുന്നതിൻ്റെ പോലെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതൊരു പ്രശ്നമായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് ഇതേപോലെ വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കശുവണ്ടി നല്ല കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇവിടുത്തെ കശുവണ്ടി വലിപ്പം നല്ല കുറവാണ്, ചിലതൊക്കെ തന്നെയുള്ളൂ നല്ല വലിപ്പമുള്ള. നല്ല രസമുണ്ട് കേട്ടോ സംഭവം. മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ ഇത് അങ്ങനെ തന്നെ കഴിക്കാൻ നല്ലത്. അപ്പം ഞങ്ങൾ ഇനിയും മുക്കാലിക്ക് പോവാം കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് കുറുമ്പ സൊസൈറ്റിയിൽ നിന്ന്. എന്താണെന്നുള്ളതൊക്കെ അവിടെ പോയിട്ട് കാണിച്ചു തരാം. നമ്മളിപ്പോൾ മുക്കാലിക്ക് പോവാണ് കേട്ടോ, ചേച്ചിയുടെ വീട്ടിൽ. ചേച്ചിയുടെ അവിടെ നമ്മളിതിന് മുന്നേ വീഡിയോസിലേക്ക് കാണിച്ചിട്ടുണ്ട്, പുഴയൊക്കെ ഉണ്ട് ചേച്ചിയുടെ അവിടെ. അങ്ങോട്ട് പോവാണ് കേട്ടോ. അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളും വാങ്ങാനുണ്ട്. അവിടെ കുറുമ്പ സൊസൈറ്റി ഉണ്ട്, ഞാൻ ഇതിന് മുന്നേ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടില്ലേ കുറുമ്പ സൊസൈറ്റീനൊക്കെ പറ്റിയിട്ട്. നമുക്ക് ഒരുപാട് സാധനങ്ങൾ അവിടെ കിട്ടും. തേൻ, അതുപോലെ തന്നെ നമ്മുടെ ഈ വനത്തിൽ നിന്നുള്ള കുറേ വനവിഭവങ്ങൾ ഉണ്ടാകുമല്ലോ, നമുക്കൊന്നും പോയി എടുക്കാൻ പറ്റാത്തത് നമുക്ക് കിട്ടാത്തതായ ഒരു കുന്തിരിക്കം, അങ്ങനെ ഇങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ കിട്ടും കേട്ടോ നമുക്ക് വേണ്ടേ. അപ്പോൾ നമ്മൾ മുക്കാലിയിൽ എത്തിയിട്ട്, അപ്പോൾ നമ്മൾ മുക്കാലിയിൽ കുറുമ്പ സൊസൈറ്റിയിലാട്ടോ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്, ചിണ്ടക്കി എന്ന് പറയും. നമ്മൾ ഉള്ളിലോട്ട് കുറച്ചങ്ങോട്ട് ഉള്ളിലോട്ട് പോകണം കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അധികം സാധനങ്ങളും അതുപോലെ തന്നെ പാക്ക് ചെയ്യാത്ത സാധനങ്ങളൊക്കെ കിട്ടും. ഇവിടെ എല്ലാം പാക്ക് ചെയ്താണ്. അതുപോലെ തന്നെ തേൻ പ്രോസസ്സ് ചെയ്യുന്ന യൂണിറ്റൊക്കെ ഉണ്ട് അവിടെ. വലിയ പാത്രങ്ങളിൽ തേനൊക്കെ നിറച്ച് വെച്ചേക്കുന്നത് കാണാൻ പറ്റും, പൂമ്പൊടിയോടുകൂടി. നമുക്കങ്ങനെ തേൻ വേണമെന്നുണ്ടെങ്കിൽ പ്രോസസ്സ് ചെയ്ത തേന്, പ്രോസസ്സ് ചെയ്യാത്ത തേൻ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കിട്ടും കേട്ടോ അവിടെ പോയി. അതുപോലെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഈ ട്രൈബൽസിൻ്റെ അടുത്തുനിന്ന് വാങ്ങിയ ഒരുപാട് സാധനങ്ങളുണ്ട് അവിടെ. കാട്ടുകടുക്, അതുപോലെ തന്നെ ഈ നമ്മുടെ കുന്തിരിക്കം, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ. കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കുന്തിരിക്കത്തിൻ്റെ പൊടിയൊക്കെ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ കുന്തിരിക്കത്തിൻ്റെ ചെറിയ കഷ്ണം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും വലിയ കുന്തിരിക്ക ആരെങ്കിലും കണ്ടിട്ടുണ്ടാവും? അത് കുന്തിരിക്കയാണ് കേട്ടോ. കുന്തിരിക്ക എന്ന് പറയുന്നത് ഒരു മരത്തിൻ്റെ കറയാണ്. അത് അതേപോലെ കൊണ്ട് വലിയൊരു പീസോടെ കുറച്ച് പീസുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കൊടുക്കാനായിട്ടൊന്നും വെച്ചിരിക്കുന്നതല്ല, ജസ്റ്റ് ഷോയ്ക്ക് വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്താണ് വലിയ പീസ്. പിന്നെ കുന്തിരിക്കം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ചെറിയ ചെറിയ കവറുകളിലൊക്കെ ഉണ്ട്. അവർ നമ്മളോട് ഉള്ളിക്കറി കുറവാൻ പറഞ്ഞു കേട്ടോ. അതാണ് ഞാൻ ഉള്ളിക്കറിയിട്ട് വീഡിയോ എടുക്കുന്നത്. ഇത് 500 ഗ്രാമിന് 250 രൂപ കേട്ടോ. അതിലിങ്ങനെ കട്ട കട്ട കുന്തിരിക്കയാണ് ഉള്ളത്. പിന്നെ കുറേ സാധനങ്ങളുണ്ട്, കുരുമുളക്, കടുക്, അട്ടപ്പാടിക്കടുക്, റാഗിപ്പൊടി, റാഗി, തേനിന് ഒരുപാട് കുപ്പികളിലുണ്ട് കേട്ടോ. പ്രോസസ്സ് ചെയ്ത തേനാകുമ്പോൾ അതിൽ വെള്ളമൊന്നും ഉണ്ടാവില്ല, വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാവില്ല. പൂമ്പൊടിയൊക്കെ ഫുള്ള് മാറ്റിയിട്ടാണ് തേനുണ്ടാവുക. നമ്മൾ കൊണ്ടുപോകാൻ സാധാരണ പൂമ്പൊടിയൊക്കെ കൂടിയിട്ടുള്ള തേനാണ് കേട്ടോ. നമ്മളിങ്ങനെ കുപ്പിയിലാക്കിയത് കൊണ്ടുപോയിട്ടില്ല, പ്രോസസ്സ് ചെയ്ത തേൻ കൊണ്ടുപോയിട്ടില്ല. അവിടെ കുറേ ഉണ്ട്. തേനൊക്കെ പിന്നെ വെയിറ്റിനനുസരിച്ചിട്ടാട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത്. 500 ഗ്രാമിന് 400 രൂപയാണ് കേട്ടോ വരുന്നത് തേനിന്. പിന്നെ നമ്മൾ മുകളിൽ പോയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ വെള്ളം തിളപ്പിക്കുന്ന കരിങ്ങാലി, പിന്നെ റാഗിയായിട്ട് തന്നെ പൊടിയായിട്ട് വാങ്ങിയില്ല, റാഗിയായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ വാങ്ങിയേ? കുന്തിരിക്കം, പിന്നെ റാഗിയുടെ അവൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് വാങ്ങിയെന്നല്ലേ, ഇത് സ്പെഷ്യലായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നില്ലേ. മറ്റേ സാധനത്തിൻ്റെ പേരെന്താ? സോപ്പിനിട്ടും ശിക്കർക്കായ്. ശിക്കർക്കായൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പൊടി ഉണ്ട് കേട്ടോ, ഇവിടെ എവിടെയോ കണ്ടായിരുന്നു.
ഇതതിൻ്റെ പൊടിയാണ്. ഇവിടെ നിന്നാട്ടോ നമ്മളതൊക്കെ വാങ്ങിയിട്ട് പോവാറ്. കാണില്ലേ? നമ്മൾ കുറുമ്പ സൊസൈറ്റിയിൽ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ടടുത്തൊരു ചേട്ടൻ്റെ വീട്ടിലോട്ട് വന്നാണ് കേട്ടോ. ചേട്ടൻ നമ്മളോട് വന്ന് സംസാരിച്ച് നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിപ്പോൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ്. ചേട്ടൻ്റെ ഫാമിലി ആട്ടോ അപ്പോൾ എല്ലാവരും ഇവിടെ ഉള്ളത്. ചേച്ചിയും കുട്ടികളും ചേട്ടനൊക്കെ ഉണ്ട് ഇവിടെ. ഒരുപാട് സന്തോഷമായിട്ടോ നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ആദ്യം നമുക്ക് ഈ ചേട്ടനായിട്ട് വന്ന് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചേട്ടൻ നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്. പൊതുവേ കുറച്ച് ഏജ് കുറഞ്ഞവരല്ലേ നമ്മുടെ വീഡിയോസൊക്കെ കാണാമെന്ന് പറഞ്ഞ് നമ്മൾ സംസാരിക്കും. ചേട്ടൻ വന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. എല്ലാവരെയും കണ്ട് ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് നേരെ നമ്മൾ പുഴയിലോട്ട് പോകാണ്ട് ചേച്ചിയുടെ വീട്ടിലോട്ട് പോവുകയാണ്. ഞങ്ങൾ ഇറങ്ങട്ടെ? ശരി എന്നാൽ ഇനി വരുമ്പോൾ കാണാം കേട്ടോ. അപ്പം നമ്മൾ ഇതിലേ ഇറങ്ങിയിട്ട് നേരെ ഇനി ചേച്ചിയുടെ അങ്ങോട്ടാട്ടോ പോകുന്നത്. അങ്ങോട്ട് കുറച്ച് ഇറക്കുവാണേ, താഴോട്ട് ഇറങ്ങിപ്പോകണം. അതിൻ്റെ താഴെയാട്ടോ പുഴ, താഴെ വീട്, അതിൻ്റെ താഴെ പുഴ. അപ്പോൾ ആദ്യം നമുക്ക് ചേച്ചിയുടെ വീട്ടിൽ പോകാം. ഇതിൻ്റെ അകത്ത് കുറേ ചോളവും പിന്നെ അത് വാങ്ങിയതാട്ടോ. പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് മാങ്ങ പറിച്ചതും. ഇപ്പം ചേച്ചി മാങ്ങയില്ല പറഞ്ഞു. പിന്നെ നമുക്ക് കുളിക്കുമ്പോൾ കുളിച്ചിട്ട് മാറാനുള്ള ഡ്രസ്സും സാധനങ്ങളൊക്കെയാണേ. അത്യാവശ്യം സന്ധ്യ ആയിട്ടുണ്ട്. ഇപ്പോൾ വേഗം ഇനി ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ട് പോട്ടെ. ചേച്ചി അവിടെ ഇല്ലാന്ന് തോന്നുന്നു. ചേച്ചിയും പുഴയിൽ പോയതുപോലെ തോന്നുന്നുണ്ട് ലക്ഷണം കണ്ടിട്ട്. ഇത് ചേച്ചിയുടെ വീടിൻ്റെ അവിടെയുള്ളൊരു ചാല കേട്ടോ. ഈ പുഴയിൽ നിന്ന് വരുന്ന വെള്ളം ഇതൊക്കെ ക്രോസ് ചെയ്തുകൊണ്ടാണ് ചേച്ചിയുടെ വീട്ടിൽ കയറാനായിട്ട്. അവിടെ ചേച്ചി ഉണ്ട്. അപ്പോൾ നമ്മൾ പുഴയിൽ വന്നു കേട്ടോ. നല്ല തണുപ്പാണ്. ആന ഇറങ്ങാനുള്ള സമയമൊക്കെ ഇത് അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ ഇരുട്ടായി തുടങ്ങുമ്പോൾ ആന വരും. നമ്മൾ ഒത്തിരി വൈകിപ്പോയി ഇന്ന് വരാനായിട്ട്. നേരത്തെ തുറന്ന് വിചാരിച്ചാൽ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ സമയം വൈകി. നല്ല തണുപ്പുണ്ട്. വെള്ളം അങ്ങോട്ടൊക്കെ നല്ല കോടയാണ് കേട്ടോ. ഇതിൻ്റെ ഇങ്ങേ സൈഡ് ഫുള്ള് ഫോറസ്റ്റും. ഇത് സൈലന്റ് വാലി കൂടെ ഒഴുകി വരുന്നൊരു പുഴയാട്ടോ, ഭവാനിപ്പുഴ. നമ്മുടെ ഒരു വേനൽ സമയമൊക്കെ വന്നപ്പോൾ ഒരുവിധം മറ്റൊരു പുഴയും കൂടെ ആയിരുന്നു. പക്ഷേ അട്ടപ്പാടിയിൽ ഒരുവിധം നന്നായിട്ട് വെള്ളം വരുന്നൊരു പുഴയാട്ടോ ഈ ഭവാനിപ്പുഴ. വലിയ പുഴയാണ്. അപ്പോൾ ഇത് മഴയൊക്കെ വരുന്നല്ലേ ഉള്ളൂ, അതിൻ്റെ ഒരു വെള്ളം ഉള്ളൂ കേട്ടോ. പക്ഷെ എന്നാലും നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ വെള്ളമുണ്ട്. നല്ല തണുപ്പിട്ടിട്ട് വിറയ്ക്കുകയാണേ. കുറേ മീനുണ്ട് കേട്ടോ. അങ്ങനെ ചാടി ഇങ്ങനെ അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. കുഞ്ഞു കുഞ്ഞു മീനുകൾ. ഇതിന് കുറേ ചേച്ചിമാരൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് പോയില്ല, ഇങ്ങോട്ട് പോന്നു. വീഡിയോ ഒക്കെ എടുക്കുകയല്ലേ, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നു. ഞാൻ പറയണത് ക്ലിയറായിട്ട് കേൾക്കുന്നുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. ഞങ്ങളിനി കുളിച്ചിട്ട് കയറി പോവാ കേട്ടോ. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഭവാനിപ്പുഴ സൈലന്റ് വാലിയിൽ കൂടെയാണോ ഒഴുകുന്നതെന്നുള്ളത്, കുന്തിപ്പുഴയല്ലേ ഒഴുകുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭവാനിപ്പുഴ സൈലന്റ് വാലിയുടെ ഉള്ളിൽ കൂടെ ഒഴുകി വരുന്നേ ഉള്ളൂ. ഉത്ഭവം തമിഴ്നാട്ടിലാണ് കേട്ടോ. തമിഴ്നാട്ടിൽ ഉത്ഭവിച്ചിട്ട് കേരളം വഴി ഒഴുകി വീണ്ടും കിഴക്കോട്ട് പോയി തമിഴ്നാട്ടിൽ എത്തുന്ന ഒരു പുഴയാണ് നമ്മുടെ ഈ ഒരു ഭവാനിപ്പുഴ. കുന്തിപ്പുഴ നമ്മുടെ സൈലന്റ് വാലിയിൽ നിന്ന് ഉള്ളിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് ഒഴുകുന്ന പുഴയാട്ടോ കുന്തിപ്പുഴ. ആകെ കിഴക്കോട്ട് ഒഴുകുന്ന 3 പുഴയുള്ളൂ കേട്ടോ. അതിൽ 2 അട്ടപ്പാടിയിലാട്ടോ ഉള്ളൂ. ഒന്ന് ഭവാനി, ഷിർവാണി. ഷിർവാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യയിലെ തന്നെ 2ാമത്തെ ശുദ്ധജല നദിയാണ് പുഴ. അപ്പോൾ 2 നമ്മുടെ അട്ടപ്പാടി തന്നെ. അത് നമ്മുടെ അടുത്താട്ടോ ഷിർവാണിപ്പുഴ. പക്ഷെ നമുക്ക് കുറച്ചുകൂടി കല്ലൊക്കെ ആയിട്ട് കാണാനൊരു ഭംഗി ഇതിനെ തണുപ്പ്. പിന്നെ നമ്മുടെ ചേച്ചിയുടെ തൊട്ടടുത്തുണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഇങ്ങോട്ടാട്ടോ കൂടുതലായിട്ട് വരിക. അത് നമ്മുടെ വലിയ വീടിൻ്റെ അടുത്ത് കുറച്ച് ദൂരമുള്ളൂ. അമ്മയൊക്കെ അവിടെ കുളിക്കാനായിട്ട് പോകാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ നമ്മൾ കൂടുതലും വരെ ഇങ്ങോട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുളിക്കട്ടെ കേട്ടോ. കുളിച്ചിട്ട് ഇനി ചേച്ചിയുടെ അങ്ങോട്ട് പോട്ടെ. ഞാനൊക്കെ വരാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ പോയി ചായ കുടിച്ചിട്ട് പിന്നെ അങ്ങനെ വീട്ടിലോട്ട് വന്നു. അത്യാവശ്യം നല്ല ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല കോടയാണേ, ഫുള്ള് കോട. പക്ഷേ കോട എങ്ങനെ കാണുന്നുണ്ടോ എന്നുള്ളത് അറിയത്തില്ല. അത്യാവശ്യം നല്ല രീതിയിൽ കോടയുണ്ട്. നല്ല മൂടലും അതിങ്ങനെ കുഞ്ഞിതായിട്ടിങ്ങനെ സ്പ്രേ പോലെ വെള്ളവും വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ വെള്ളം അങ്ങനെ വീണ് ഈ ഒരു കോട അങ്ങ് പോവും. നല്ല രീതിയിൽ കോടയുള്ള ഈ മഴ പെയ്യാതെ നിൽക്കുമ്പോഴാട്ടോ ഇങ്ങനെ കോട വരിക. 2-3 ദിവസമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഇതേപോലെ കോട ഇറങ്ങുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി ഇനി കിടക്കാനായിട്ട് പോവാണ് കേട്ടോ. മുടിയൊക്കെ കഴിച്ചിട്ട് വന്നുകൊണ്ട് മുടി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ മുടിയൊക്കെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇനി കിടക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ, ടേക്ക് കെയർ.